അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴമയുടെ രുചിക്കൂട്ടുകൾ അടങ്ങിയ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സദ്യ കൂട്ടുകറിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് അരക്കപ്പ് കടല ഒരു ബൗളിൽ ഇട്ട് കൊടുക്കുക. 250 ml കപ്പിന് അരക്കപ്പ് കറുത്ത കടലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ കടലയ്ക്ക് പകരം വെള്ളക്കടലയും എടുക്കാവുന്നതാണ്. ഇനി കടല നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കടല കുതിർന്ന് കിട്ടാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. കടല മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഒരു 5 മണിക്കൂറെങ്കിലും കടല കുതിർക്കാൻ വെക്കുക. പെട്ടെന്ന് കുതിർന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചാൽ മതി. ഇപ്പൊ കടല കുതിർക്കാൻ വെച്ചിട്ട് 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെള്ളം മുഴുവനും മാറ്റി ഒന്നുകൂടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കടല വെന്ത് കിട്ടുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് 250 ml കപ്പിന് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. ഇനി കുക്കർ മൂടി വെച്ച് ഒരു 3 വിസിൽ കേൾക്കുന്നത് വരെ ഈ കടല ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ഒരു 3 വിസിൽ കേട്ടതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ ആവി മുഴുവനും പോയിട്ടുണ്ട്. ഇനി കുക്കർ തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, കടലയെല്ലാം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കടല വേവിക്കുമ്പോൾ വെന്ത് കുഴഞ്ഞു പോകരുത്. ഈ ഒരു പാകത്തിന് വേണം കടല വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഒരു പാത്രത്തില് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കപ്പ് ചേന ഇട്ട് കൊടുക്കാം. ചേനയുടെ പുറത്തുള്ള തൊലിയെല്ലാം മാറ്റിയിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങ ഉണ്ടെങ്കിൽ കുമ്പളങ്ങ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളരിക്ക എടുത്താലും മതിയാവും. ഇനി 1 കപ്പ് പടവലങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. പടവലങ്ങയുടെ തൊലിയൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അതിന്റെ ഉള്ളിലുള്ള കുരുവെല്ലാം മാറ്റിയിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി വേണ്ടത് നേന്ത്രക്കായാണ്. നേന്ത്രക്കായുടെ തൊലിയെല്ലാം ചെറുതായിട്ട് മാറ്റിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് അതിന്റെ കറ പോകാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയോ ചെയ്യുക. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ എടുക്കാവൂ, അല്ലെങ്കിൽ ഇതിൽ മുഴുവനും കറയായിരിക്കും. ഇനി വേണ്ടത് 1 കപ്പ് പീയണിക്കയാണ്. പീയണിക്കയുടെ പുറത്തുള്ള തൊലിയും അകത്തുള്ള കുരുവെല്ലാം മാറ്റിയതിന് ശേഷം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഞാനിപ്പോ എല്ലാം എടുത്തിട്ടുള്ളത് 250 ml കപ്പിന് 1 കപ്പ് പച്ചക്കറി കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി പച്ചക്കറി എല്ലാം വെന്ത് വരുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ എടുത്ത ചേനയുടെ വേവിനനുസരിച്ചായിരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ആദ്യം നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ 2 കപ്പ് ഒരുമിച്ച് ഒഴിക്കേണ്ട. ആദ്യം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും 1/2 കപ്പ് ഒഴിച്ചാൽ മതിയാകും. ഞാനിപ്പോ 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഒരുമിച്ച് അങ്ങ് ഉപ്പിട്ട് കൊടുക്കരുത്. പാകത്തിന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടി പോകരുത്, 1/4 ടീസ്പൂൺ പോലും എടുക്കരുത്. ഒരു 2 നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുക, എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പൊ ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, വെന്തിട്ടില്ലാത്തത് കൊണ്ട് വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. പച്ചക്കറി കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ ടേസ്റ്റും നാടൻ ഫ്ലേവറും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കാം. വെളിച്ചെണ്ണ ഇല്ല എങ്കിൽ ഏതെങ്കിലും എണ്ണ എടുത്താലും മതി. ഇപ്പൊ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഇനി ഈ ഉഴുന്ന് ഒരു ഗോൾഡൻ നിറം ആകുന്നതുവരെ വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇപ്പൊ കടല ഉഴുന്നിന്റെ നിറമൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 കപ്പ് തേങ്ങയാണ്. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇങ്ങനെ പൊടിച്ചിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തേങ്ങ വറുത്തെടുക്കാൻ പറ്റും. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിൽ നിന്നും 1/4 ഭാഗം വറുത്ത തേങ്ങ എടുത്തു മാറ്റാം. ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങയാണ് എടുത്ത് മാറ്റിയിട്ടുള്ളത്.
എടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പൊ നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാനായിട്ട്. അഥവാ നിങ്ങൾക്ക് ഇത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അരച്ചെടുക്കുക. ഇനി നമ്മൾ വേവിക്കാൻ വെച്ച കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടോ എന്ന് തുറന്നു നോക്കാം. പച്ചക്കറി കഷ്ണങ്ങൾ വെന്ത് ഉടഞ്ഞു പോകരുത്. ഇപ്പോ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി പച്ചക്കറി കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് വെള്ളം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഫ്ലെയിം കൂട്ടി വെച്ച് വെള്ളം വറ്റിച്ചെടുക്കുക. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ ചേന എടുത്ത് മുറിച്ച് നോക്കുമ്പോൾ ചേനയെല്ലാം നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതില് ചേനയാണ് കുറച്ച് സമയം എടുക്കുന്നത് വേവാനായിട്ട്. ബാക്കിയുള്ള പച്ചക്കറികളും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കടല ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച ശർക്കരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ കല്ലും മണ്ണും ഇല്ലാത്ത ശർക്കര വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അഥവാ കല്ലും മണ്ണും ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് 1-2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വറുത്തരച്ച് വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയം കൊണ്ട് ഒരു പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ മാത്രമേ നെയ്യ് ഒഴിച്ചു കൊടുക്കാവൂ. നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് കൂടി പോകരുത്. നെയ്യ് ഒന്ന് ചൂടാതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 കാശ്മീരി വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ കാശ്മീരി മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് എടുക്കുക. കാശ്മീരി മുളക് ആവുമ്പോൾ അധികം എരിവൊന്നും ഉണ്ടാവില്ല. അപ്പൊ സാധാരണ മുളകാണെന്നുണ്ടെങ്കിൽ 5 എണ്ണം എടുക്കേണ്ട ആവശ്യമില്ല. 2-3 ഒക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഇതൊന്ന് കൈവിടാതെ ഒന്ന് വറുത്തെടുക്കാം. കുരുമുളകെല്ലാം പൊട്ടി വരുന്ന ഈ ഒരു സമയം 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി വറുത്തെടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പൊ ഒരു 30 സെക്കൻഡ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി ഇത് ചൂട് മാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ ഇതിന്റെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് വറുത്ത് മാറ്റി വെച്ചതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പൊ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇത് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പൊ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ച പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് വെള്ളം മുഴുവനും ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പൊ വെള്ളം എല്ലാം ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കരുത്. ഇത് ചൂട് മാറി കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടും. ഇനി ഇതിലേക്ക് തേങ്ങ വറുത്ത് മാറ്റി വെച്ചതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ പാകത്തിന് ഉപ്പ് ഉണ്ടോ എന്ന് ടേസ്റ്റ് നോക്കിയതിന് ശേഷം കുറവുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇതുപോലെ ഒരു കുഴഞ്ഞ പരുവത്തിൽ വേണം ഇരിക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് സദ്യക്ക് മാത്രമല്ല ഉച്ചയൂണിന്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. ഈ ഒരു കൂട്ടുകറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പൊ നമുക്ക് ഓണം സദ്യ സ്പെഷ്യൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്